ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അതുലിന്റെ വീഡിയോയില് ഒരു സബ്ജക്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറഞ്ഞ നമ്മുടെ സൗമ്യ ചേച്ചിയുടെ ചാനല്. അവര് നല്ല സ്ത്രീയാണ്, അവരുടെ കണ്ടന്റുകൾ അടിപൊളിയാണ്. ഇതെല്ലാം പറയുമ്പോഴും അവര് ഇന്നെടുത്തിരിക്കുന്ന നമ്മുടെ ഉഗാണ്ടയിലുള്ള ആ മനുഷ്യൻ കേരളത്തില് അത്യാവശ്യം 10-34 ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഗുഡ്വിൻ എന്ന് പറയുന്ന ഒരാള്. അപ്പൊ ഗുഡ്വിനെ അത്യാവശ്യം കേരളത്തില് ഇത്തരം ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ വളരെ കൂടുതലാണ്. ഈ പ്രൈമറി എന്തോ കിളിയോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെയൊക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുഡ്വിന്റെ പ്രൊഫൈലിൽ ഞാൻ ഇവിടെ വെക്കാം. അപ്പൊ കേരളത്തിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഉഗാണ്ടൻ, അത്യാവശ്യം കേരളത്തിൽ വന്ന് പഠിച്ചുകൊണ്ട് ഉഗാണ്ടൻ മലയാളി എന്നും അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവര് ഈ സൗമ്യ ചേച്ചി കയറാത്തായിട്ട് ഉഗാണ്ടയിലാണ് ഇപ്പൊ താമസം. അവിടുന്ന് ഈ പറയുന്ന ഉഗാണ്ടയിലെ തന്നെ ഇവര് ഉഗാണ്ടയിലെ വേറെ ഏതൊരു ഭാഗത്ത് ഇവര് ഈ വ്യക്തി ഈ എന്ന് പറയുന്ന ആള് കംബോഡിയയിലും ആണുള്ളത്. പൊതുവെ ദാരിദ്ര്യ രാഷ്ട്രം തന്നെയാണ് ഈ പറയുന്ന ഒരു ഉഗാണ്ട എന്ന് പറയുന്നത്. എന്നാൽ തീരെ വൃത്തിയില്ലാത്ത സ്ഥലമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഉള്ളവരും ഉണ്ട്, ചേരികളും ഉണ്ടെങ്കിലും ചേരിക്ക് അതിൻ്റെതായ സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഉഗാണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ ഈ യാത്ര സന്തോഷ് ജോർജ് ഉളങ്ങരയുടെ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമൊക്കെ കാണുവാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഉഗാണ്ടയുടെ ആ ഒരു ഭംഗി ഇതൊക്കെ. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങള് ഇപ്പം ഈ ഗുഡ്വിനും ഈ സൗമ്യ ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറയുന്ന ആ ചാനലില് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം മുമ്പ് തന്നെ സൗമ്യ ചേച്ചി ഈ പറയുമാതിരി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കതൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വ്യക്തി എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് വൈറൽ ഉണ്ടാക്കിയ വ്യക്തി. അദ്ദേഹത്തിന്റെ വീട് ഉഗാണ്ടയിലാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഉഗാണ്ടയിലായതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം വീട്ടിൽ വന്നു, ഭക്ഷണമെല്ലാം കഴിച്ചു, ചായയെല്ലാം കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വന്നു പോയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ടിക്ടോക്കിൽ അദ്ദേഹം വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് കാലത്താണ് ഞാനത് കണ്ടത്. ഇപ്പം ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തതുകൊണ്ട് നാട്ടിലിരിക്കുന്നവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഇന്ത്യൻ ഫാമിലിയുടെ വീട്ടിൽ പോയി, അവരെനിക്ക് ഫുഡ് തന്നത് ഡിസ്പോസിബിൾ പ്ലേറ്റിലാണെന്ന്. ഈ ഡിസ്പോസിബിൾ പ്ലേറ്റ് അത്ര മോശമാണോ? ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു, നമ്മൾ ഉപയോഗിച്ച പ്ലേറ്റ്, അതിൽ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കുറച്ച് കംഫർട്ടായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കൊടുത്തത്. അത് അത്ര വലിയ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ന് പറയണമായിരുന്നു. 2 മാസം കഴിഞ്ഞു അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട്. ഇപ്പോൾ അയാൾ എന്തുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. റീച്ച് കിട്ടാനാണോ അതോ വേറെ ഏത് വീഡിയോ ഇടാനില്ലാത്തത് കൊണ്ടാണോ? പിന്നെ അദ്ദേഹം ചായ കുടിച്ചു. അത് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലല്ലല്ലോ തന്നത്, സാധാരണ കപ്പിലല്ലേ തന്നത് അല്ലേ? ഒരുപാട് എനിക്ക് കമന്റ്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ഗോഡ്വിൻ എന്ന് പറയുന്ന ആള് ശരിയല്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ശരിയാണ്, എല്ലാം ശരിയാണ്. ശരിക്കും ഈ സബ്ജക്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ഇവിടെ എടുക്കാൻ ഒക്കില്ല. ഇപ്പൊ അവരുടെ രാജ്യത്തുള്ള വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കാം, എന്നാലും സ്റ്റക്ക് ആയിട്ടൊക്കെ ഇരിക്കും. എന്തായാലും കാര്യം ഞാൻ പറയാം. അദ്ദേഹം മലയാളി സ്റ്റൈൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ പോയിട്ട് ഇദ്ദേഹം കാണിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടല്ലോ. അത് പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നല്ല, അവരുടെ കൾച്ചറാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് ഫുഡ് കാണുമ്പോൾ അവരങ്ങനെയാണ്, അവരുടെ രാജ്യത്ത് അങ്ങനെയാണ്. അവരെയൊന്നും ആ രീതിയിലൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ചേച്ചി പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളിലുള്ള ഒരു യാഥാർത്ഥ്യം ഇല്ലാത്ത കണക്കാണ്. ഞാൻ ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് പോയി കാര്യങ്ങളെല്ലാം കണ്ടിട്ട് കുറെ ഈ സംഭവം നോക്കിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കേരള സ്റ്റൈൽ ഫുഡ് വേണമെന്നാണ്. പക്ഷെ പുള്ളിക്കാർ കൊടുത്തത്, നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനത്തിലാണ് കൊടുത്തേക്കുന്നത്.
ശരിക്കും അദ്ദേഹം ചോദിച്ചത് എന്താണ്, കേരള സ്റ്റൈലില് അദ്ദേഹത്തിന് ഫുഡ് വേണമെന്നാണ്. ഒരിക്കലും കേരള സ്റ്റൈൽ അല്ല. ഇപ്പം ഞാൻ പൊതുവെ പറയാം, നമ്മളിപ്പോ വിദേശികൾ പോകുന്നു, നമ്മള് ഇപ്പം ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ച ഒരാളാണ്. അപ്പൊ ഞാൻ ഹോസ്പിറ്റാലിറ്റി സയൻസ് BHS ആണ് പഠിച്ചത്. അപ്പൊ ആ ഒരു അടിസ്ഥാനപരമായിട്ട് ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ, നമ്മള് വെളിയിൽ നിന്ന് വരുന്ന ഗസ്റ്റിനെ, ഗസ്റ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, ആ ഗസ്റ്റിനെ 3 തരമായിട്ടാണ് തിരിക്കുക. ഒന്ന് ഏഷ്യൻസിന്റെ ഒരു കൾച്ചർ വേറെയാണ്, പിന്നെ അമേരിക്കൻസ്, പിന്നെ യൂറോപ്യൻസ്. ഈ അമേരിക്കൻസിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ കറുത്ത വർഗ്ഗക്കാരെ ഉൾപ്പെടുത്തുന്നത്. ഈ അമേരിക്കൻസിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, പിന്നെ ഈ പ്രൈമറി ആഫ്രിക്കൻസും ഒക്കെ വരുന്ന ഒരു വിഭാഗത്തെയാണ് അമേരിക്കൻസ് എന്ന് പറയുന്നത്. ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ, സത്യം പറഞ്ഞാൽ ഏഷ്യക്കാര് പൊതുവെ കൾച്ചറില്ലാത്ത ആൾക്കാരായിട്ടാണ് നമ്മുടെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ കാണുന്നത്. കാര്യം അതിന് മെയിനായിട്ടുള്ള കാരണം റഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ ഒരു രീതിയൊക്കെ ഭയങ്കര മോശമാണ്. പക്ഷെ അമേരിക്കൻസ്, അതായത് ഈ ആഫ്രിക്കൻസ് അടങ്ങുന്ന അമേരിക്കൻസ് നമ്മൾ കണക്കാക്കുന്ന ആ ഒരു വിഭാഗത്തിന് ഒരു സത്യസന്ധതയുണ്ട് കേട്ടോ. അവരിപ്പം ശരിയാണ്, അവിടെ ക്രിമിനൽസ് ഒക്കെ ഒരുപാട് പേരെ ഉണ്ടെങ്കിലും അവരെ ക്രിമിനൽസത്തിലും ഒരു സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ്. അവര് സംസാരിക്കുമ്പം, അവരിപ്പോ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ്, അവരൊരു കാര്യം പറയുന്നത് ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ്. അവർ ആ വീട്ടിൽ വന്നപ്പോൾ ആ ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് കഴിഞ്ഞിട്ട് അവര് ചായ കൊടുത്ത ഗ്ലാസ്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപക്ഷെ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് ഈ പുള്ളിക്കാരിക്ക് അറിവില്ലായ്മയാണ് ഈ പുള്ളിക്കാരി ചെയ്തത്. അങ്ങനെ അയാളെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ സംബന്ധിച്ച്, അയാൾ പുറത്ത് കാണുന്ന ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, അവരെ സംബന്ധിച്ച് നമ്മൾ വെളുത്ത ആൾക്കാരാണ് ഏഷ്യൻസ്. അപ്പം ഏഷ്യൻസ് വെളുത്ത ആൾക്കാരാണെന്ന് ആഫ്രിക്കൻസ് വിചാരിക്കുന്നു. അപ്പൊ അവരവിടെ വീട്ടിൽ ചെന്നപ്പോ അവര് സാധാരണയായിട്ട്, നമ്മളിപ്പം അമേരിക്കൻസ് ഒക്കെ വരാൻ നേരത്ത് സാധാരണ നമ്മുടെ കൾച്ചറിൽ വന്ന് ജീവിക്കാൻ നേരത്ത് നമ്മൾ മൺപാത്രത്തിൽ കൊടുത്ത് അവർക്ക് അത്രയും സന്തോഷം, മനസ്സിലായോ? ഡിസ്പോസിബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മള് ഫുഡ് കൊടുക്കുന്നതിന്റെ പണം തന്നിട്ട് വരെ പോകും. അത്രയ്ക്ക് നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് വേറൊന്നാണ്, നമ്മൾ കൊടുക്കുന്നത് വേറൊന്നാണ്. ഇവിടെ നേരത്തെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഈ വരുന്ന ഗസ്റ്റിനോട് ഈ പറയുന്ന ഡിസ്പോസിബിൾ അവർക്ക് ഈസി ആയിട്ടുള്ളത് വിവരക്കേടാണ്, നമ്മുടെ വിവരക്കേടാണ്. അങ്ങനെ കൊടുക്കരുത്. അതല്ല അതിന്റെ ഒരു കൾച്ചർ നമ്മളെ കൾച്ചർ തേടി വരുന്ന ഒരാൾക്ക് നമ്മൾ ആ കൾച്ചറായിട്ട് തന്നെ ഫുഡ് കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പാത്രത്തിൽ കഴിക്കാനാണ് അവർ വരുന്നത്. അപ്പൊ ഇവര് കറുത്ത വർഗ്ഗക്കാരായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൗമ്യ ചേച്ചി അടക്കമുള്ള അവരുടെ വീട്ടിലുള്ളവർ ഇത് ചെയ്തത്. അത് അവരുടെ ഉള്ളിലുള്ള സാധനമാണ്. പക്ഷെ സ്പെഷ്യലി അയാൾ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് അവരെ അത് ഉദ്ദേശിച്ചതായിരിക്കത്തില്ല. നമുക്ക് ഇത് ഏതാണ് പുള്ളിക്കാരെ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ആ പുള്ളിക്കാരിയുടെ വിവരമില്ലായ്മ ആയിട്ടോ നമുക്ക് കാണാം. അതിപ്പോ പുള്ളിക്കാർക്ക് വിവരമില്ല എന്നല്ല പറയുന്നത്, ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തതുകൊണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫുഡ് അതിൽ നിന്ന് എടുത്തു കഴിക്കുന്നത് ആഫ്രിക്കൻസ് എന്നല്ല, അമേരിക്കൻസ് ആയാലും ആരായാലും അവർക്ക് നമ്മളൊരു പോർഷൻ ഫുഡ് കൊണ്ടുവെക്കുന്ന അത് അവർക്കുള്ള ഫുഡാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത്. മാത്രമല്ല നന്നായിട്ട് തിന്നുന്നവരുമാണ് കേട്ടോ. പ്രത്യേകിച്ച് എല്ലാവരും എന്നല്ല, നമ്മുടെ ഏഷ്യയിലാണെങ്കിൽ ഈ പ്രൈമറി ഏഷ്യയിലാണെങ്കിൽ നമുക്ക് ഈ അറിയാം, തമിഴ്നാട്ടിലുള്ള ആൾക്കാർ, ഇന്ത്യയിലെല്ലാവരും അങ്ങനെ ഫുഡ് കഴിക്കുന്നവരൊന്നും അല്ല, ഒരുപാട് കഴിക്കുന്നവരല്ല. എന്നാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൂടുതൽ ഫുഡ് വേണം. അതുപോലെ തന്നെ റഷ്യയിലെ പല ഭാഗത്തു നിന്ന് വരുന്നത് ആൾക്കാർക്ക്, ഇപ്പം ജോർജിയനൊക്കെ വരുന്ന ആൾക്കാർക്ക് പൊതുവെ ഫുഡിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പം അവർക്ക് നമ്മള് ഇവിടെ ഹോട്ടലുകളിൽ ചെന്നാൽ പോലും അവർക്ക് പോർഷൻ ഫുഡാണ് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു പാത്രത്തില് നമ്മൾ വിളമ്പുന്ന കണക്ക് വിളമ്പി എന്ന് വെച്ചല്ല കൊടുക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്നത്. പക്ഷെ നമ്മൾ യൂറോപ്യൻസ് ആണെങ്കിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്യും, ഇതും. പിന്നെ അമേരിക്കൻസിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ USA ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഈ പറയുന്നവര് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അവർ ഈ കാശുള്ളവർക്ക് ശകല അഹങ്കാരം കൂടെ ഉള്ള ടീമാണ്. അപ്പൊ അവര് ഈ പറയുന്നവര് ഫുഡ് നമുക്ക് പൈസ തന്നിട്ട് നമ്മുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് അവരെ പൊക്കളായി. വേറെ കുറച്ച് ഈ പറയുന്ന അമേരിക്കൻസിൽ തന്നെ വേറെ കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ അവരെ കണക്കുള്ള ആൾക്കാരാണെങ്കിൽ പറയുന്നത്, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ബ്രസീല് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ ആൾക്കാരാണെങ്കിൽ അവർ ചിലരെ പറഞ്ഞു തരും നമുക്ക്, ഇത് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞു തരും. അപ്പൊ ചിലർ ഇത് മനസ്സിൽ വെച്ചിട്ട് പോകും. ഒരുപക്ഷെ ഉഗാണ്ടയിലുള്ള ഈ വ്യക്തി അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പോയായിരിക്കും. പിന്നീട് എന്നിട്ട് അദ്ദേഹം
ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് ഏതെങ്കിലും ഡ്രോമയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിച്ചായിരിക്കും. അതായത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് തികട്ടി വന്നു, ആ ഒരു ഇൻസൾട്ടിങ്. അത് പുള്ളിക്കാരന്റെ മനസ്സിൽ ഇൻസൾട്ടിങ് ആണ്. നമുക്ക് ഓരോ ടൈമിലാണ് നമുക്ക് ഒരു ഡ്രോമ വരുന്നത്. അപ്പൊ പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിലൊക്കെ അവിടെ എന്ന് പറയുന്നത് മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ ആകെ മോശമാക്കി പറയുന്നെന്ന് കേട്ടു. അതിലെ അത് സത്യമല്ല. കാര്യം എന്താണെന്ന് പറയുന്നു, പുള്ളിക്കാരൻ അവിടെ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് മലയാളികളെ വീട്ടിൽ പോയിട്ടുണ്ട്, എന്നോട് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ കുറച്ച് ഇൻസിഡന്റുകൾ. അപ്പം ഇതില് സൗമ്യ ചേച്ചിയുടെ അവരുടെ ചാനലിൽ ഈ വീഡിയോ വെച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ സഞ്ചാരി എന്ന് പറയുന്ന ചാനലിൽ ഇതിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് ജെന്യൂൻ അല്ലേ? ഇതേ കണക്ക് ട്രെയിനിൽ കയറിയപ്പോ അദ്ദേഹത്തിന്റെ കാർഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് സെക്യൂരിറ്റി ചെക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നേരം പിടിച്ചു വെച്ചു. അതിന് കാരണം ഈ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം കർത്തവ്യക്കാരനായതുകൊണ്ടാണ്, അത് ഇൻസൾട്ടാണ്. അങ്ങനെ അയാളുടെ നിറമാണ് അദ്ദേഹത്തിന് അത്രയും ദോഷം ചെയ്തത്. നേരെ മറിച്ച് ഒരു സായിപ്പ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻസ് അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വിളിച്ചു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മാറണം കൾച്ചർ. ഇവിടെ ഇപ്പം കറുത്തിട്ട ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ ആവണം എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന, അത് തിരുത്തുന്നിടത്താണ് നമ്മളാവുന്നത്, നമ്മൾ ഇന്ത്യൻസ് ആവുന്നത്. നമ്മുടെ രാജ്യത്തിനൊരു എന്താ പറയുന്നത്, അതൊരു അഭിമാനിക്കാവുന്ന സംഭവമാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പ്രതികരിക്കണം. പ്രതികരിച്ചാൽ മാത്രമേ മാറൂ. അപ്പൊ ആ പുള്ളി കറുത്തതായതുകൊണ്ട് ഇവിടെ കറുത്ത നാട്ടുകാർ മാത്രം ക്രിമിനൽസ് ആണെന്നൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ ഒരു കൾച്ചറൊന്നുമില്ല, ഒരു രാജ്യത്തിനുമില്ല. അതിപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പം യൂറോപ്യൻസും ഈ പറയുന്നൊരു ഈ റഷ്യൻസും അവര് അമേരിക്കൻസിന്റെ കൂടെ ചേരും കേട്ടോ. ഇപ്പൊ എത്ര ഈ കർമ്മന്മാരുടെ ഒക്കെ കർമ്മന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന അധിക്ഷേപിക്കുന്നതല്ല, നമ്മള് കറുപ്പുകൾ എന്നാണ് പറയുന്നത് പൊതുവെ GCCയിലൊക്കെ ഇതാകുമ്പോ. അപ്പൊ ഈ കറുപ്പന്മാരെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഈ അമേരിക്കൻസ് ആയാലും യൂറോപ്യൻസ് ആയാലും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഏഷ്യൻസിനോട് അവർ അഡ്ജസ്റ്റ് ചെയ്തില്ല. ഏഷ്യൻസ്, എല്ലാ ഏഷ്യൻസ് അല്ല, നമ്മള് ഇന്ത്യൻസ് പൊതുവെ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് റഷ്യൻസ്, ചൈനക്കാര് ഇവരുമായിട്ടൊന്നും ഒരിക്കലും അവർ അഡ്ജസ്റ്റ് ചെയ്തില്ല. കാരണം ഇവർ ഭയങ്കര ശല്യമാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇവരുടെ കമന്റ് ബോക്സിൽ ഇതിനകത്തുള്ള കുറെ പെണ്ണുങ്ങളെ ഇയാളെ സ്നേഹം കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൾച്ചർ അതാണ്. നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രേമിക്കുന്നു, പ്രേമിക്കുന്നു, കെട്ടുന്നു, ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യുന്നു. അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് കുറച്ച് നാളത്തേക്കാണ്, അത് കഴിയുമ്പോൾ അതില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ മോശക്കാരനാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഈ പറയുന്ന ഗുഡ്വിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മോശക്കാരനാണെന്നൊന്നും പറയാൻ. അത് അവരുടെ കൾച്ചറാണ്. അവര് ഒരാളെ ഇഷ്ടപ്പെടുന്നു, അവരോട് സെക്സ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒക്കത്തില്ലെന്ന് കഴിയുന്നിടത്ത് അവർ ആ ബന്ധം ഡ്രോപ്പ് ചെയ്യുന്നു. അതാണ് അവരുടെ രീതി. അവരെ ഇവിടെ ജയിലിൽ പിടിച്ചിടാനൊന്നും പറ്റത്തില്ല. കാര്യം അത് അവരുടെ രീതിയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടി പോയിട്ട് ഈ നമ്മുടെ സകലകല ഇന്ത്യൻ മാന്യതയിലൊക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി പോയിട്ട് അയാളുടെ കമ്മിറ്റ്മെന്റ് ആയി അത് കൂടെ കിടന്നിട്ട് പണി കിട്ടിയെങ്കിൽ അത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ കൾച്ചറായിട്ട് ഇത് ബന്ധമില്ല. അത് ആ പെൺകുട്ടിയുടെ കുഴപ്പമാണ്. അപ്പൊ അത് അയാളുടെ മോശമാണ്. ഈ പെൺകുട്ടി അതുകൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നതിൽ അത് ഒരു ലോജിക്കും ഇല്ല. പൊതുവെ അയാൾ ഇവിടെ വന്നിട്ട് ഒരു മോശമായിട്ടൊരു പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദം അങ്ങനെ ഒരു കുറ്റവും അയാൾ ചെയ്തിട്ടില്ല. അയാൾ നാടിനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൊതുവെ തെറ്റ് കണ്ടെടുത്ത് തെറ്റെന്ന് പറഞ്ഞു. അതിന് ഞാൻ ആ വ്യക്തിയോടൊപ്പമാണ് ഈ ഒരു കാര്യത്തിൽ. കാര്യം അയാളെല്ലാം മോശം ചെയ്യുവാണെങ്കിൽ അത് നാളെ മോശം ചെയ്തു എന്ന് തന്നെ പറയും. അപ്പൊ ചിലരൊക്കെ വീഡിയോ എടുത്തിട്ട് ഇയാൾ ഇന്ത്യക്കാരെ മുഴുവൻ അധിക്ഷേപിച്ചു എന്നല്ല. ഇന്ത്യ അല്ല, ലോകത്ത് എവിടെ ആയാലും നമ്മൾ പോയാൽ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയണം. അതെന്താ നമുക്ക് അംഗീകരിക്കാൻ എന്താണ് എത്ര ബുദ്ധിമുട്ട്? ഇവിടെ നടന്നത് കൃത്യമായ അദ്ദേഹത്തിന്റെ നിറത്തെ വെച്ചിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇവിടെ ട്രെയിനിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ പല സ്ഥലത്തും അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിന് നിറത്തെ അടിസ്ഥാനപരമാക്കിയ മാത്രമാണ്. ഇതൊന്നും നോക്കാത്ത എത്രയോ പാവങ്ങൾ ഞാൻ അയാളുടെ വീഡിയോയിൽ കണ്ടിരുന്നു. എത്രയോ പാവങ്ങള് ഇയാളെ ഇതൊന്നും ഇല്ലാതെ അയാളെ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അയാൾ ഫുഡിന്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അത് അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡിന്റെയാണ്. ഒരുപാട് കഴിക്കും. ഈ പറയുമ്പോൾ അവർക്ക് കൊണ്ടുപോകുന്ന പോർഷൻ മുഴുവൻ അവർ കൈയിടും, അത് ഇത് ചെയ്യും. എത്ര സ്പൂൺ കിടന്നാലും അവരങ്ങനെ ഉപയോഗിക്കും. സോ അതൊക്കെ അദ്ദേഹത്തിന് കുറവായിരിക്കാം. അതങ്ങനെ നിങ്ങൾ കാണുവാണെങ്കിൽ ആയിരിക്കാം. പക്ഷെ അതവരുടെ ഒരു കൾച്ചറാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം
അദ്ദേഹത്തെ വലിയ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വരുന്നത് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചേച്ചി ഇപ്പം ചെയ്തത് അടിസ്ഥാനപരമായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ചേച്ചിയെ കുറ്റം പറയല്ല കേട്ടോ, ചേച്ചിയുടെ അറിവില്ലായ്മയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ചേച്ചിയായാലും ആ ചേട്ടനായാലും ചേട്ടന്റെ ഒക്കെ അറിവില്ലായ്മ. ഇയാൾ ഫ്രോഡാണെന്നുള്ള രീതിയിൽ ഫുള്ളായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇയാൾ ഫ്രോഡാണ്, അതാണ് മടയാണ് പോടയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ അതിനൊന്നും എന്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇഷ്ടപ്പെടാത്തൊരു കാര്യം അയാൾ തുറന്നു പറഞ്ഞു. അയാളെന്താണ് പറഞ്ഞത്? പിന്നെ പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എന്നൊക്കെ പറയുന്നത്. അയാൾ പ്ലാസ്റ്റിക് പാത്രം, നമ്മളിപ്പോ ചൂട് സാധനം ഒരു സാധനത്തിൽ വെക്കുന്നത്, ജ്യൂസ് എടുത്ത് പ്ലാസ്റ്റിക് ഒഴിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ചേച്ചി മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇപ്പൊ ജ്യൂസ് ഒരു പ്ലാസ്റ്റിക്കിൽ വെക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ തണുത്തൊരു സാധനം, നേരെ മറിച്ച് നല്ല ചൂടായിട്ടുള്ള ഒരു സാധനം ഒരു പ്ലാസ്റ്റിക്കിലേക്ക് വെക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് തന്നെ മാറി, അതിന്റെ ഇത് കൾച്ചറേ മാറി, അതിന്റെ എല്ലാം മാറി. അപ്പൊ ഇത് രണ്ടും ഒന്നായിട്ട് നിങ്ങൾ ഇതാക്കരുത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.